നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഷെഫ് സുരേഷ് പിള്ളയുടെ ഫേമസ് റെസിപ്പിയായ വേണാട് പാൽക്കൊഞ്ച്. ഇത് വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. നമുക്ക് ചെമ്മീൻ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റിയായൊരു റെസിപ്പിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതിയാവും, വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോയോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഈ ചെമ്മീൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്കിതിലേക്ക് വെള്ളമില്ല ഞാൻ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയാണ്. ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ചെമ്മീനിട്ട് നല്ലവണ്ണം ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ആ മസാല നല്ലവണ്ണം പിടിച്ച് കിട്ടുന്ന രീതിക്ക് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടുക. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 15-20 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കണം. അതിന് ശേഷം വേണം നമുക്കിത് വറക്കാനെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഈ ചെമ്മീൻ ഇതിലേക്ക് ഞാൻ അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. പാൽ എത്രയാണോ എടുത്തത് അതേ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരല്പം കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാൻ നേരത്തെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തതിൽ കുരുമുളക് പൊടി ഇടാൻ വിട്ടുപോയി. അതുകൊണ്ട് ഒരു അല്പം കുരുമുളക് പൊടി കൂടെ ഇട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മാറ്റി വയ്ക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിക്കഴിഞ്ഞു, 15-20 മിനിറ്റോളം ആയിക്കഴിഞ്ഞു. ഞാനിവിടെ പാൻ വെച്ചിട്ട് നമുക്ക് ആ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. നമുക്ക് ഈ ആ ചെമ്മീനെല്ലാം ഒന്ന് ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. എനിക്കിപ്പോൾ ഇന്ന് ഒത്തിരി വലിപ്പത്തിലുള്ള കൊഞ്ചല്ല, ഞാൻ കൊഞ്ചെന്ന് പറയുന്നത് ഇവിടുത്തെ ഭാഷയിൽ പറയുന്നതാണ്. ചെമ്മീൻ എനിക്ക് വലിയ ചെമ്മീനല്ല കിട്ടിയിട്ടുള്ളത്, ചെറുതാണ്. വലിയ ചെമ്മീനാണെങ്കിൽ കുറേ കൂടെ നന്നായിരിക്കും ഇത് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ ആ ചെമ്മീനെല്ലാം നിരത്തി കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1 ടീസ്പൂണോളം, 2 പച്ചമുളക് അരിഞ്ഞത്, 1 കൈപ്പിടി ചെറിയ ഉള്ളി നൈസായി അരിഞ്ഞത്, ഒരല്പം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോഴേക്കും മറുഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ എണ്ണ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ആ കൊഞ്ചിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ചെമ്മീനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണിത്. അത് പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റിക്കോളും. ഇത് മറുഭാഗം ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞു. 2 വശവും കൂടി നമുക്കൊരു 4-5 മിനിറ്റോളം ഒന്ന് വെന്താൽ മതിയാവും. 4 മിനിറ്റോളം മതിയാവും. ഓരോ സൈഡും ഈ 2 മിനിറ്റ് വീതം വേവിച്ചാൽ മതിയാവും. കൊഞ്ച് പെട്ടെന്ന് വേകുന്നതാണ്. ഒത്തിരി അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി 2 സൈഡും പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ആ എടുത്തു വച്ചിരുന്ന പാൽ ചേർത്ത് കൊടുത്ത് ഇത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിന് ഇതിൽ എണ്ണ കുറച്ചങ്ങനെ ഉണ്ട് ഇതിൽ. ഇനി ഞാനിതിലേക്ക് ആ എടുത്തു വച്ചിരുന്ന തേങ്ങാപ്പാലിൽ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതിയെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് മുഴുവൻ വറ്റി കഴിയുമ്പോഴേക്കും ബാക്കി പകുതി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒത്തിരി എരിവൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിലേക്ക് ആ പാല് ചേർക്കുന്ന സമയം ഒരു അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ തേങ്ങാപ്പാലങ്ങ് വറ്റി എണ്ണയായിട്ട് മാറും. അത് ഞാനൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ ആ തേങ്ങാപ്പാൽ മാറി എണ്ണയായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു.
ഇനി നമുക്ക് ബാക്കി ഇരുന്ന പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ കൊഞ്ചിന് ആ ഒരു നല്ലൊരു മണമാണ് ഈ സമയത്ത്. നമ്മൾ ആ തേങ്ങാപ്പാലിൽ വെന്ത് വരുന്നതിൻ്റെ ആ ഒരു മണമാണിത്. പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ അങ്ങ് എണ്ണയായിട്ട് എണ്ണയായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു. നമുക്കിനി ആ എണ്ണയിൽ കിടന്ന് വേണം ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി നേരം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ പോലെ ആയിപ്പോവും ചെമ്മീൻ. അതുകൊണ്ട് ഒത്തിരി നേരം ഇടേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. എണ്ണയെല്ലാം വറ്റി പാകത്തിന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചെമ്മീൻ വേണാട് പാൽക്കൊഞ്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ഫ്രൈ ആയിട്ടുണ്ട്, പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതിയാകും. വേണാട് പാൽക്കൊഞ്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. വളരെ വളരെ ടേസ്റ്റിയായ ചെമ്മീൻ കൊണ്ടുള്ള ഈ റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഷെഫ് സുരേഷ് പിള്ളയുടെ ഒരു ഫേമസ് ആയ ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. നമുക്ക് ചോറിനൊപ്പം രസവും സാമ്പാർ ഒക്കെ ഉള്ളപ്പം ഇത് ഒരു സൈഡ് ഡിഷായിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും. സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും നല്ലതാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.